മക്കളെ നിങ്ങളുടെ സ്വന്തം ലിബാൻ സാർ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ചാനലിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ തരുന്നതായിരിക്കുന്നത്. ഇതൊരു ആക്ച്വലി പ്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന പോർഷൻസ് അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോർഷൻസ് നിങ്ങൾ അഥവാ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. കാരണം ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കേണ്ട, കാരണം ഇത് മാത്രമേ എക്സാമിന് വരുന്നത്. ഇനി ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. സോ റിവിഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന പോർഷൻസുകളാണ്. സോ ക്രിസ്മസ് എക്സാമിന് +1 നിങ്ങൾക്ക് വരാൻ പോകുന്ന പോർഷൻസുകൾ ഏതാ എന്ന് എന്ത് ചെയ്യും നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നതാണ്. നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്ഐ ക്വസ്റ്റൻസ് അറിയാം. 8 മാർക്കിന്റെ 2 ക്വസ്റ്റൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റൻസ്, 4 മാർക്കിന്റേത്, 3 മാർക്കിന്റേത്. ഈ ഒരു ക്വസ്റ്റൻസ് തന്നെ കൂടുതൽ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ക്വസ്റ്റൻസുകളൊക്കെ ഈ ഒരു പോർഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റൻസ് ഞാൻ തരുന്നത്. ഒന്നാമത്തത് 4ാമത്തെ ചാപ്റ്ററിലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ 3ാമത്തെ ചാപ്റ്ററിലെ ജേർണൽ എൻട്രി. ഇത് രണ്ടുമായിരിക്കും നിങ്ങൾക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എസ്എ ടൈപ്പ് ക്വസ്റ്റനിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും വരും. സോ അതാദ്യം നിങ്ങൾ പഠിക്കുക. ഡബിൾ കോളം ക്യാഷ് ബുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില കുട്ടികൾ പറ്റിക്കൊള്ളുന്നില്ല. സാറേ കോൺട്രാക്ട് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ചെക്കും ബാങ്കിന്റെ ഒക്കെ ട്രാൻസാക്ഷൻ ഡിഫിക്കൽട്ട് ഒഴിവാക്കാം. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടാകും? ഒരു 6, 7, 8 ട്രാൻസാക്ഷൻ വരെ ഉണ്ടാകും. അതിൽ ഒരു 6 ട്രാൻസാക്ഷൻ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 80% മാർക്ക് കിട്ടും. ആ 8 മാർക്ക് ഇല്ലെങ്കിലും 6 മാർക്ക് കിട്ടിയാൽ പോലെ. പക്ഷെ കംപ്ലീറ്റ് അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും മുഴുവൻ റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ജേർണൽ എൻട്രി, എല്ലാ ടൈപ്പ് ജേർണൽ എൻട്രി നിങ്ങൾ ചെയ്തില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജേർണൽ എൻട്രീസ് ഉണ്ടാവില്ലേ? സോ 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് 8 ഐറ്റംസുകൾ ഉണ്ടാകും. ആ ഐറ്റംസിൽ ഒരു 6 എണ്ണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ശരിയാക്കണം. അത് ശരിയാക്കാനുള്ള ക്വസ്റ്റൻസുമായിട്ട് ഇന്ന് രാത്രി ഞാൻ എജ്യൂപോർട്ടൽ ലൈവിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് അസറ്റ് അക്കൗണ്ട്, ഡിപ്രിസിയേഷൻ ചാപ്റ്ററിലെ അസറ്റ് അക്കൗണ്ട്. അത് പ്ലാന്റ് അക്കൗണ്ട് ആവട്ടെ, മെഷീനറി അക്കൗണ്ട് ആവട്ടെ, കാർ അക്കൗണ്ട് ആവട്ടെ, ഏതെങ്കിലും ഒരു അസറ്റിന്റെ അക്കൗണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത്. ദെൻ പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചോദിച്ചില്ലെങ്കിലാണ് ജനറലി പെറ്റി ക്യാഷ് ബുക്ക് ചോദിക്കുക. ചില സമയത്ത് പെറ്റി ക്യാഷ് ബുക്ക് 5 മാർക്സ് അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 3 മാർക്സ് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ അവിടെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം +2 എക്സാം കഴിഞ്ഞു. വളരെ ഡിഫിക്കൽട്ട് ആയത് ഇന്ന് ഹിസ്റ്ററിയിൽ ചോദിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു. ഞാൻ പറയാണ്, ഇതുവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ വരെ എന്തുണ്ടായിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെഡ്ജർ അക്കൗണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സപ്ലയറെ പേര് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റമറെ പേര് വരും, എന്നിട്ട് അവരുടെ ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരും. അതായിരിക്കും ഇൻ കേസ് ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ലെഡ്ജർ അക്കൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സാറേ, ചെയ്യാൻ പറ്റില്ല, അത് സ്കിപ്പ് ചെയ്യണം, അത് നിങ്ങൾ പഠിക്കരുത്. കാരണം പഠിച്ച കുട്ടികൾക്കാണ് ഈ ലെഡ്ജർ അക്കൗണ്ട്സ് ഞാൻ പറയുന്നത്. ദെൻ തിയറി ക്വസ്റ്റൻസ് ഈസി ആയിട്ട് ഞാൻ തിയറി ക്വസ്റ്റൻസ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റൊരു കേസാണെന്ത് ജേർണൽ വേഴ്സസ് ലെഡ്ജർ. ജേർണൽ ലെഡ്ജറിന്റെ ഡിഫറൻസ്, ഒന്നെങ്കിൽ ഇത് ഡിഫറൻസ് 4 അല്ലെങ്കിൽ 5 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്കിലൊക്കെ എന്ത് ചെയ്യും ഇതിന്റെ ഉള്ളിലല്ലേ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഏതാ ജേർണലാണ്. അത് ഈ ഡിഫറൻസ് പഠിച്ചാൽ അതിൽ നിന്നുണ്ട് ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കും പാസ്ബുക്കിലെയും ബാലൻസ് നമ്മൾ വ്യത്യാസം ഉണ്ടാവാൻ, ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ, റീസൺസ് ഏതാ എന്നുള്ളത് എക്സാം ചോദിക്കും. അത് 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ചോദിക്കും. മാത്രമല്ല ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, BRS ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഡബിൾ ധമാക്കയാണ്. ദെൻ എറേഴ്സിന്റെ ടൈപ്സ്, അത് 1 മാർക്ക് 2 മാർക്ക് ഈവൻ 3 മാർക്സ് വരെ ഈ ഒരു എറേഴ്സിന്റെ ടൈപ്പ് ചോദിക്കും. അത് കണ്ടിപ്പാ ഷുവർ ആണ്. പ്രൊവിഷൻസ് ആൻഡ് റിസർവ്, ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റൻസ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തിയറിറ്റിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് പ്രൊവിഷൻസും റിസർവും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്, എക്സാം ഈസി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. ഇതും ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈസി ആവുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ട്രയൽ ബാലൻസിന്റെയും ഒബ്ജക്റ്റീവ്. ഈ 2 ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ ഉറപ്പായിട്ടോ നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ദെൻ അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സ്, തിയറി ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിലെ അതിലെ അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഇത് ഉറപ്പാണ് നിങ്ങളുടെ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് 4 മാർക്ക് ഈവൻ 3 മാർക്ക് ചിലപ്പോൾ 2 മാർക്ക് എന്ത് ചെയ്യും ഈ ഒരു ചാപ്റ്റർ ചോദിക്കും. ഉറപ്പാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചില കൺസെപ്റ്റ് എന്ത് ചെയ്യാം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തുതരാം. ഒന്ന് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ എൻറ്റിറ്റി കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പറയുമ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അതൊക്കെ എന്ത് ചെയ്യും അതിൽ ഉൾപ്പെടും. എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മണി മെഷർമെന്റ് കൺസെപ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പോർഷൻ എന്നുള്ളത് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കൺസെപ്റ്റ്. സോ ഇതിൽ ഏതെങ്കിലും ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഇതല്ലാതെയും 9 കൺസെപ്റ്റ്സ് ഉണ്ട്. സോ ആ 9 കൺസെപ്റ്റ്സിൽ നിന്ന് 1-2 എന്ത് ചെയ്യും എക്സാം ചോദിക്കും. സോ ഇത് 4 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 3 പ്രയോറിറ്റി കൊടുക്കേണ്ട 3 കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്. എന്താ മക്കളെ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഗോയിങ് കൺസേണും ദെൻ അക്കൗണ്ടിങ്ങിന്റെ മാച്ചിങ് കൺസെപ്റ്റ്.
സോ ഇപ്പൊ തന്നെ 7 ഇനി ഒരു അഡീഷണൽ ഐറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് വൺ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ പീരിയഡ് കൺസെപ്റ്റ്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ആദ്യം ഈ 4 പഠിക്കുക. ഇത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, അടുത്ത ഈ 3 പഠിക്കുക. ദെൻ പീരിയഡ് കൺസെപ്റ്റ്. പിന്നീട് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള കൺസെപ്റ്റ്സ് പഠിച്ചാൽ മതി. ദെൻ അതർ എസ്സേ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് 4 മാർക്കും 5 മാർക്കിനും ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കും. ഈ തിയറിറ്റിക്കലും പ്രോബ്ലം ബേസ്ഡ് അല്ലാതെ ചോദിക്കുന്ന ചോദ്യം ഒന്ന് BRS കണ്ടിപ്പാ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡിഫിക്കൽട്ട് ആവാൻ രീതിയിലുള്ള ക്വസ്റ്റൻ ചോദിക്കും. സോ BRS എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ലൈവിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ റെക്ടിഫിക്കേഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടും ഈസി ആയിട്ടും ചോദിക്കും. സോ റെക്ടിഫിക്കേഷൻ ക്വസ്റ്റൻ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്തോളൂ. ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഈ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. സോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്സിഡറി ബുക്സ് ആയിട്ടുള്ള പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഈ സബ്സിഡറി ബുക്കിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും 3 മാർക്കിന് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും പഠിച്ചോട്ടോ. അക്കൗണ്ട് ഇക്വേഷൻ ക്വസ്റ്റൻ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കാണാൻ പറ്റും. ട്രയൽ ബാലൻസ് ഇൻ കേസ് വളരെ ഈസി ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ഉള്ളതെങ്കിൽ ട്രയൽ ബാലൻസിന് 3 മാർക്ക് ക്വസ്റ്റൻ. ഒന്നുകിൽ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ മിസ്റ്റേക്ക് ഉള്ള ട്രയൽ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യും, ചോദിക്കും. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ പോർഷൻസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് 1 മാർക്കും 2 മാർക്കും ഒക്കെ ക്വസ്റ്റൻ ചോദിക്കുക. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള പോർഷൻസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആകും. സോ ഇത് ജസ്റ്റ് പ്രഡിക്ഷൻ ആണ്. ഇത് മാത്രം പഠിച്ച് 100% മാർക്ക് വാങ്ങും എന്നുള്ളതല്ല. ഇത് പഠിക്കുക. ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ഇത് പഠിച്ചു പോവുക. പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യാം, ഇത് റിവൈസ് ചെയ്ത് പോവുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ ഇന്ന് രാത്രി 7 മണിക്ക് ലൈവിൽ കാണാം. ബൈ.